നാരായണ 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 നാരായണ. ഗുരുവായൂരപ്പാ ശരണം, ഗുരുവായൂരപ്പാ ശരണം, ഗുരുവായൂരപ്പാ ശരണം. ഹരയേ നമ. സ്വാമിയേ ശരണമയ്യപ്പ. നമ്രാണാം സന്നിധത്തെ സതതമപി പുരസ്തൈരനഭ്യർത്ഥിതാനപി അർത്ഥാൻ കാമാൻ അജസ്രം വിതരതി പരമാനന്ദ സാന്ദ്രാം ഗതിം ച. ഇത്തം നിശേഷലഭ്യോ നിരവധിക ഫല പാരിജാതോ ഹരേ ത്വം ക്ഷുദ്രം തം ശക്രവാടീദ്രുമമഭിലഷതി വ്യർത്ഥമർത്ഥ്യോ വർജോയം. ശ്രീഭട്ടപാദമനിശം ഹൃദി ഭാവയാമി. ഓം ശ്രീകൃഷ്ണപാദമനിശം ഹൃദി ഭാവയാമി. നിശേഷാത്മാനമേനം ഗുരുഭവനപുരാധീശമേവ ആശ്രയാമ. വന്ദേ ഗുരുപരമ്പരാം. ഭഗവാന്റെ ഗുരുവായൂരപ്പന്റെ സ്വരൂപം ശുദ്ധ സാത്വികമാണ്. ഭാഗ്യവാന്മാര്, ഭഗവാനെ നിരന്തരം സന്തോഷിപ്പിക്കുന്നവര് ദർശന ശ്രവണ മനനങ്ങളെ കൊണ്ട് പരമാനന്ദം അനുഭവിപ്പിക്കുന്ന ആ ഗുരുവായൂരപ്പനിൽ ഭഗവാനിൽ രമിക്കുന്നു. അപ്പൊ ഇങ്ങനെ രമിക്കണം എന്നുണ്ടെങ്കിൽ അതിനൊരു സ്വരൂപം ആവശ്യമാണ്. അങ്ങനെയുള്ള ഭഗവാൻ സ്വരൂപം എടുത്തപ്പോഴത്തെ പ്രത്യേകത എന്താണ്? ഇവിടുത്തെ ചോദ്യം എന്താണെങ്കിൽ, നിഷ്കളബ്രഹ്മമായ ഭഗവാൻ സകളബ്രഹ്മമായപ്പോൾ അതിൻ്റെ ഗുണം കുറഞ്ഞുപോയോ? ഭഗവാൻ ഓരോരോ രൂപം എടുത്തപ്പോഴേ ആ മൂലരൂപത്തിന്റെ ഗുണം കുറഞ്ഞുപോയോ എന്നാണ് ചോദ്യം. അതിനുള്ള ഉത്തരാണ് മേൽപ്പത്തൂര് അടുത്ത ശ്ലോകത്തിൽ പറയണത്. അതാണ് നിഷ്കമ്പേ നിത്യപൂർണേ നിരവധി പരമാനന്ദ പീയൂഷരൂപേ നിർലീനാനേക മുക്താവലി സുഭഗതമേ നിർമ്മല ബ്രഹ്മസിന്ധൗ കല്ലോലോല്ലാസതുല്യം ഖലു വിമലതരം സത്വമാഹുസ്തദാത്മാ കസ്മാന്നോ നിഷ്കളസ്ത്വം സകല ഇതി വചഃ ത്വൽകലാസ്വേവ ഭൂമൻ. ഗുരുവായൂരപ്പാ ശരണം. ഇതിന് ഉദാഹരണമായിട്ട് ഇതേ ഒരാശയത്തെ നമുക്ക് ഭാഗവതത്തിൽ കാണാം. ഇവിടെ പറയുന്നുണ്ട്, ഏകസ്ത്വമേവ സദസദ്വയമദ്വയം ച സ്വർണം കൃതാകൃതമിവേഹുന വസ്തുഭേദഃ എന്ന്. ഈ പരബ്രഹ്മത്തെക്കുറിച്ച് മഹാദേവനാണ് എന്ന് പറയണത്. എന്താണെന്ന് വിശദമായിട്ട് നോക്കാം. അതിൻ്റെ അർത്ഥം എന്താണ്? സ്വർണം നമുക്കെല്ലാവർക്കും അറിയാം. ഈ ഉദാഹരണത്തിന് ലളിതാക്കിയിട്ട് രസമായിട്ട് പറയുകയാണെങ്കിൽ, നമുക്ക് മനസ്സിലാവാൻ ഭാഗത്ത് പറയുകയാണെങ്കിൽ, നമുക്ക് വിചാരിക്കുക, ഒരമ്മ, ആ അമ്മ കുറച്ച് തനി തങ്കം 5 പവനോ 8 പവനോ ഒക്കെ നമ്മുടെ ഇഷ്ടം പോലെ വിചാരിക്കുക കേട്ടോ, സ്വർണ്ണാഭരണങ്ങൾ പണിയുന്ന ഒരാളുടെ ഈ അമ്മയ്ക്ക് നല്ലോണം പരിചയമൊക്കെയുള്ള ഒരാള് അദ്ദേഹത്തിനെ ഏൽപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ഇതുകൊണ്ട് എനിക്ക് കഴുത്തിലേക്ക് നല്ലൊരു മാല ഉണ്ടാക്കി തരണം. ശരി, പുതിയ ഡിസൈനിൽ ഫാഷനിൽ തന്നെ മാല ഉണ്ടാക്കി കൊടുത്തു. കഷ്ടിച്ചൊരു കൊല്ലമായപ്പോ ഈ അമ്മയ്ക്ക് തോന്നി, ഈ മാല
ഇപ്പോൾ അതിന് ഫാഷൻ പോരാ. അമ്മ എന്ത് ചെയ്തു? സ്വർണം പണിയുന്ന ആ ആളുടെ അടുത്ത് തന്നെ ചെന്നിട്ട് പറഞ്ഞു, എനിക്ക് ഈ മാല മാറ്റിയിട്ട് കയ്യിലേക്ക് 2 കടകം പണിത് തരണം. അയാൾ ആ അമ്മയ്ക്ക് കടകം പണിത് കൊടുത്തിട്ടുണ്ട്. സന്തോഷമായി അമ്മയ്ക്ക്. വീണ്ടും ഇതുപോലെ ഒരു 6 മാസം കഴിഞ്ഞപ്പോ അമ്മ പറഞ്ഞു, അദ്ദേഹത്തിനടുത്ത് തന്നെ വീണ്ടും ചെന്നു. എന്നിട്ട് പറയുകയാണ്, ഇത് മാറ്റിയിട്ട് എനിക്ക് 2 കർണാഭരണങ്ങളും കയ്യിലേക്കൊരു വളയും പണിത് തരണം. ഓ, അതും പണിത് കൊടുത്തു. അങ്ങനെ കുറച്ച് മാസം, ഒരു 5-8 മാസം കഴിഞ്ഞപ്പോ ആ അമ്മ വീണ്ടും ഈ സ്വർണത്തിൽ പണിയെടുക്കുന്ന ആളുടെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ എനിക്കൊരു കാര്യം ചെയ്തു തരണം. ഈ സ്വർണം ഉപയോഗിച്ച് എനിക്ക് കഴുത്തിലേക്ക് പുതുതായിട്ട്, ഇപ്പോഴത്തെ പുതിയ ഫാഷനും എന്താ വെച്ചാൽ അങ്ങനെ ആയിട്ട് ഒരു മാല ഉണ്ടാക്കി തരണം. ഇതില് 5 പവൻ ഉണ്ടല്ലോ, അതുകൊണ്ട് ഉണ്ടാക്കിയാൽ മതി. ഇത് കേട്ടപ്പോ അയാള് പറഞ്ഞു, ഇതുകൊണ്ട് അമ്മ പറഞ്ഞ പോലെ മാല പണിത് തരാൻ പറ്റില്ല. കാരണം ഇപ്പോൾ ഈ സ്വർണത്തിന്റെ ക്യാരറ്റ് അഥവാ മലയാളികൾ നമ്മൾ പറയുന്ന പോലുള്ള അതിന്റെ മാറ്റ് കുറഞ്ഞു പോയിട്ടുണ്ട് എന്നാ പറയണത്. എന്നിട്ട് പറയണു, ഇനി ഇതില് കുറച്ച് നല്ല തനി തങ്കം ചേർത്താലേ അമ്മ പറയണത് പോലെ ഇതിന്റെ ക്യാരറ്റ് കുറയാതെ മാറ്റ് കുറയാതെ മാല പണിയാൻ പറ്റുള്ളൂ. ഇത് കേട്ടപ്പോ അമ്മ പറഞ്ഞു, നിങ്ങൾ എന്താ ഈ പറയണത്? നിങ്ങളല്ലാണ്ട് ഒരാളെ ഈ സ്വർണം തൊട്ടിട്ടില്ല. നിങ്ങൾ മാല ഉണ്ടാക്കി തന്നു, നിങ്ങളുടെ അടുത്ത് തന്നെയാണ് കൊണ്ടുവന്നിട്ടുള്ളൂ. അത്ര വിശ്വാസാണ്. എന്നിട്ടിപ്പോ ഇതിന്റെ മാറ്റ് അഥവാ ഗുണം കുറഞ്ഞു എന്നാണോ പറയണത്? ഇത്രയും പറഞ്ഞപ്പോ അയാൾ പറഞ്ഞു, ആദ്യം മാല, പിന്നെ കടകങ്ങള്, പിന്നെ കർണാഭരണങ്ങള്, ഇങ്ങനെ മാറ്റി മാറ്റി പണിത് കഴിഞ്ഞപ്പോ ആദ്യത്തെ വസ്തുവിനെ രൂപഭേദം വരുത്തിയപ്പോ അതിന്റെ ഗുണത്തില് കുറവ് വന്നു, അതില് കുറവ് വന്നു. സ്വർണം കുറഞ്ഞു പോയി എന്നാ പറയണത്. തങ്കം, ഇനി ആ തങ്കത്തിന്റെ അംശം കുറഞ്ഞത് ഇതിൽ ചേർത്തിയാലാണ് ശരിയാവുള്ളൂ എന്നാ പറയണത്. അല്ലാതെ ഞാനൊന്നും ചെയ്തിട്ടില്ല, അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഇത് നമുക്കെല്ലാവർക്കും അറിയണ ഒരു കാര്യമാണ്. ഇതുപോലെയാണോ നമ്മുടെ ഭഗവാൻ ഭക്തരെ അനുഗ്രഹിക്കുന്നതിന് വേണ്ടി അനേകം സ്വരൂപം അഥവാ അവതാരങ്ങൾ എടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഓരോ സ്വരൂപങ്ങൾ അവതാരങ്ങൾ എടുത്തപ്പോ അതിന്റെ ഗുണം കുറഞ്ഞുപോയോ? നിഷ്കള ബ്രഹ്മത്തിന്റെ അനുഗ്രഹദായകത്വം അത് സഗുണബ്രഹ്മമായപ്പോ കുറഞ്ഞുപോയോ? ഇല്ല. അത് മനസ്സിലാക്കാൻ വളരെ രസികനാണ് മേൽപ്പത്തൂരെ. തന്റെ മുമ്പിലിരുന്ന് കഥ കേൾക്കണത് ആരാ? ഈ പറയുന്ന സാക്ഷാൽ പരബ്രഹ്മം. പക്ഷേ ഇപ്പൊ അദ്ദേഹം ഏത് ഭാവത്തിലാ? ഒരു 2.5-3 വയസ്സുകാരനായിട്ടുള്ള ഭാവത്തില് ഉണ്ണിയായ ഭഗവാനാണ് ആ കഥ കേൾക്കണത്. ശ്രോതാവേ, മേൽപ്പത്തൂരിന്റെ ശ്രോതാവ്. അപ്പൊ ഇത് മേൽപ്പത്തൂര് ഇപ്പൊ മനസ്സിലായില്ല എന്നുള്ള ഭാവത്തില് ഭഗവാൻ മേൽപ്പത്തൂരിന്റെ മുഖത്തേക്ക് നോക്കിയപ്പോഴാണ് മേൽപ്പത്തൂര് തന്റെ ശ്രോതാവായ ഭഗവാനെ ഒരു സമുദ്രത്തിന്റെ തീരത്തേക്ക് കൈപിടിച്ചു കൊണ്ടുപോയി. ഉണ്ണിയായ ഭഗവാൻ പട്ടേരിയോട് ചോദിച്ചു, അപ്പോ ഇപ്പോ നമ്മൾ എന്തിനാ അവിടെ വന്നത്? പറയാം ഭഗവാനെ, എന്താണെങ്കില് അങ്ങക്ക് ഈ പരബ്രഹ്മത്തെ മനസ്സിലാക്കി തരാനാണ് എന്നാണ്. എന്നാലോ ഭഗവാന്റെ ഭാവം എന്താണെങ്കില് ഇതൊക്കെ പട്ടേരി പറഞ്ഞു തരുമ്പോഴേ എനിക്കിതൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നുള്ളൂ കേട്ടോ. അങ്ങനെ ഉണ്ണിയായിട്ടുള്ള ആ ഭാവത്തില്
എന്നിട്ട് ആ ഭാവം കണ്ടിട്ടുള്ള ആ ഭാവത്തിലിരിക്കുന്ന ഭഗവാനോടാണ് മേൽപ്പത്തൂര് ചോദിച്ചു, അങ്ങ് കടൽ കണ്ടിട്ടില്ലേ? അപ്പ ഭഗവാൻ തിരിച്ചു ചോദിച്ചു, ഇതെന്ത് ചോദ്യ പട്ടേരി? എന്റെ താമസം തന്നെ എന്താ എന്നെ ഭക്തന്മാര് പറയാറ്? പാലാഴിയിലെന്നല്ലേ? പാൽക്കടലിലാണ് താമസം. പിന്നെ അതുമല്ല, ഈ മത്സ്യം, കൂർമ്മം, അവതാരങ്ങളൊക്കെ എന്റെ ഉണ്ടായിട്ടുള്ളത് കടലിലല്ലേ ഉണ്ടായത്. പിന്നെ സമുദ്രം എന്താന്ന് അറിയാണ്ടിരിക്കോ? അപ്പോ മേൽപ്പത്തൂര് പറഞ്ഞു, ഇത് അങ്ങനെയുള്ള ഒരു സമുദ്രമല്ല, പാൽക്കടലൊന്നും അല്ല അത് എന്നാണ് പറയണത്. അപ്പൊ ഉണ്ണിയായ ഭഗവാന് മോഹമായി ഇത് എന്താണെന്നുള്ളത് അറിയാൻ. അപ്പം പട്ടേരി പറയാണ്, ഇതാണ് ബ്രഹ്മസിന്ധു. എന്താ അതിന്റെ പ്രത്യേകത? നിഷ്കമ്പേ നിത്യപൂർണേ നിരവധി പരമാനന്ദ പീയൂഷരൂപേ നിർലീനാനേകമുക്താവലി സുഭഗതമേ നിർമ്മല ബ്രഹ്മസിന്ധോ. ഭഗവാനെ കേൾപ്പിക്കുകയാണ്, ഇതിൽ ഒരിക്കലും വെള്ളം കുറയില്ല. അങ്ങനൊരു സംഭവമില്ല. വെള്ളം കുറയാന്ന് അങ്ങനൊരു പരിപാടി ഇല്ല. എന്നും പരിപൂർണം. സമുദ്രത്തിന്റെ പ്രത്യേകത തന്നെ എന്താ? അതിലെ കുറയാത്ത ജലാണ്. ഇവിടെയോ നിരവധി പരമാനന്ദ പീയൂഷരൂപേ, പരമാനന്ദ അമൃതം കൊണ്ട് നിറഞ്ഞങ്ങനെ നിൽക്കുന്നുണ്ട് ഈ സമുദ്രം. സമുദ്രത്തിന്റെ മറ്റൊരു പ്രത്യേകത എന്താ? ഈ നമ്മളെ അനേകം ആൾക്കാരെ ആകർഷിക്കുന്നുണ്ട് ഈ സമുദ്രം എന്ന് പറഞ്ഞാൽ. ഇന്നും അതെ. എന്ന് കാലത്ത് തുടങ്ങിയതാണെന്ന് ചോദിച്ചാൽ അറിയില്ല. സമുദ്രം നമ്മളെല്ലാവരെയും ആകർഷിക്കുന്നുണ്ട്. എന്താ ആ സമുദ്രത്തിന്റെ ആകർഷണീയത? ആ സമുദ്രത്തിന്റെ അടിത്തട്ടിലുള്ള പവിഴപ്പുറ്റുകൾ തന്നെയാണ്, അഥവാ മുത്തുമണികള്. ഇവിടെയോ നിർലീനാനേകമുക്താവലി സുഭഗതമേ, അനേകം അനേകം ജീവൻ മുക്തന്മാര്, അതായത് ജനിമൃതികളിൽ നിന്ന് മോചനം നേടിയവര്, ജീവാത്മാക്കള്, ഇവരാണ് ഈ ബ്രഹ്മസിന്ധുവിലെ വിലമതിക്കാനാവാത്ത മുത്തുമണികള്. ഈ ജീവൻ മുക്തന്മാരാകുന്ന മുത്തുമണികൾ ഉണ്ടാകുമ്പോഴേ ഈ ബ്രഹ്മസിന്ധുവിന് വേണ്ടത്ര യോഗ്യത വന്നു ചേരും. മാത്രല്ല, നിർലീനാനേകമുക്താവലി സുഭഗതമേ, ആ മുത്തുമണികളുടെ കൂട്ടങ്ങളെ കൊണ്ട് മനോഹരമാക്കി തീർത്തത്. മനസ്സിലായോ എന്ന ഭാവത്തില് മേൽപ്പത്തൂര് ഭഗവാനെ നോക്കിയപ്പോൾ ആ ഉണ്ണിയാകട്ടെ ശരി എന്നുള്ള ഭാവത്തിൽ തലയാട്ടിയിട്ടുണ്ട്. അപ്പൊ ഭഗവാൻ ചോദിച്ചു, പട്ടേരി, ഈ പറഞ്ഞതെല്ലാം ശരിയാണ്. എന്റെ ഒരു സംശയം, സമുദ്രത്തിന്റെ ഏറ്റവും വലിയ ആകർഷണീയത അതെന്താ? അതിലെ പലതരത്തിലുള്ള തിരമാലകളല്ലേ? അത് കാര്യം ശരി തന്നെയാണ്. ഇപ്പൊ നമ്മൾ സമുദ്രത്തിന്റെ തീരത്തേക്ക് പോകുന്നുണ്ട്. അതെന്തിനാ പോണ്? മുത്തുമണികളെ അന്വേഷിച്ചു പോകുന്നില്ല സാധാരണ നമ്മളെ പോലുള്ള ജനങ്ങളെ. ആ തിരമാലകള് അങ്ങനെ വന്ന് അലയടിക്കണത്, ഇതൊക്കെ കാണാൻ തന്നെയാണ് നമ്മളൊക്കെ പോണത്. അപ്പൊ ആ സമുദ്രത്തിന്റെ ആകർഷണീയത അതില് പലതരത്തില് പല വലുപ്പത്തിലുള്ള തിരമാലകളാണ്. ഇതാപ്പൊ ഭഗവാൻ ചോദിച്ചത്, ആ തിരമാലകളല്ലേ എന്ന്. അങ്ങനെയാണെങ്കിൽ ഈ സമുദ്രത്തിൽ എന്താ തിരമാലകളൊന്നും ഇല്ല എന്നുണ്ടോ? കാരണം ഈ കുട്ടികൾക്കാണല്ലോ സമുദ്രം തീരം കാണാൻ മോഹം ഉണ്ടാവുക, അതിൽ ആ തിരമാലകളെ കാണാനൊക്കെ മോഹം ഉണ്ടാവുക, ഇതൊക്കെ. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഈ ഉണ്ണി ചോദിക്കണത്, ഇതിലെന്താ തിരമാലകളൊന്നും ഇല്ല എന്നുണ്ടോ എന്ന്. അലമാലകളൊന്നും ഇല്ലാത്ത ഈ സമുദ്രം ആർക്കാ പട്ടേരി വേണ്ടി വരിക? ഇത് കേട്ടപ്പോ മേൽപ്പത്തൂര് പറഞ്ഞു, എന്നാൽ ഭഗവാനെ അങ്ങനെയല്ലാട്ടോ. കല്ലോലോല്ലാസതുല്യം ഖലു വിമലതരം സത്വമാഹുസ്തദാത്മാ കസ്മാന്നോ നിഷ്കളസ്ത്വം സകള ഇതി വച ത്വൽക്കലാസ്വേവ ഭൂമൻ. ബ്രഹ്മസിന്ധു എണ്ണിയാൽ ഒടുങ്ങാത്ത
തിരമാലകൾ ഉള്ളതാണ്. ഇതിലെ ഓരോ തിരമാലയ്ക്കും ഓരോരോ പ്രത്യേകതകളുണ്ട്. സമുദ്രത്തിലെ തിരമാലകൾ ഓരോ അവതാരങ്ങൾ ആണ്. ഇത് പട്ടേരി പറഞ്ഞപ്പോ ഉണ്ണിയായ ഭഗവാൻ പറഞ്ഞത് പൂർണ്ണമായും മനസ്സിലായില്ല എന്ന ഭാവത്തില്, പറഞ്ഞത് പൂർണ്ണമായിട്ടും എനിക്ക് മനസ്സിലായില്ല എന്നുള്ള ഭാവത്തില് മേൽപ്പത്തൂരിന്റെ മുഖത്തേക്ക് നോക്കി. പട്ടേരിക്ക് കാര്യം മനസ്സിലായി. മേൽപ്പത്തൂര് ഉണ്ണിയായ ഭഗവാന്റെ കയ്യും പിടിച്ച് ആ കടൽക്കരയിൽ കുറച്ചങ്ങനെ മുകളിലേക്ക് കയറി നിൽക്കുകയായിരുന്നു. രണ്ടാളും കൂടിയിട്ടേ തിരമാലകളുടെ അടുത്തേക്ക് ഇറങ്ങി അങ്ങോട്ട് നിന്നു. തിരമാലകൾ ഉണ്ണിയായ ഭഗവാന്റെ പാദങ്ങൾ തട്ടിയപ്പോ ഭഗവാൻ പൊട്ടിച്ചിരിച്ചു. മാത്രല്ല മേൽപ്പത്തൂരിന്റെ കൈ മുറുക്കേനെ പിടിച്ചിട്ടുണ്ട്. മേൽപ്പത്തൂര് പറഞ്ഞു, ഭഗവാനെ വെറുതെ വെള്ളത്തിലിറങ്ങി നിന്നാ പോരാ, നോക്കി മനസ്സിലാക്കണം, നിരീക്ഷിക്കണം എന്നാ പറയണത്. അപ്പോഴാണ് പറയണത് ഭഗവാൻ, എനിക്കൊന്നും അറിയില്ല, ഞാൻ ചെറിയ കുട്ടിയാണ്, പട്ടേരി പറഞ്ഞു തന്നാൽ മനസ്സിലാക്കാം എന്ന ഭാവം ആ ഭഗവാന്. പട്ടേരിയുടെ കയ്യും പിടിച്ച് നിൽപ്പാണ് ഭഗവാൻ. അപ്പൊ പട്ടേരി പറഞ്ഞു, ഭഗവാനെ ഇതാ നോക്കിക്കോളൂ, ഒരു തിരമാല വരുന്നുണ്ട്, അതൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ഇത്രയും പറഞ്ഞപ്പോഴേക്കും തിരമാല വന്ന് ഭഗവാന്റെയും ആ പട്ടേരുടെയും കാൽപാദങ്ങൾ അങ്ങോട്ട് നനച്ച് പോയി. അപ്പോ മേൽപ്പത്തൂര് ഭഗവാനോട് ചോദിച്ചു, ഇപ്പൊ വന്ന തിരമാലയെ ശ്രദ്ധിച്ചുവോ? പിന്നെന്താ, നല്ലോണം നോക്കി, എങ്ങനെയായിരുന്നു അതിന്റെ വരവ്? ഉണ്ണിയായ ഭഗവാൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അത് കുറച്ചൊന്ന് വളഞ്ഞു പൊളഞ്ഞ് പതുക്കെ പതുക്കെ അല്ലേ പട്ടേരി വന്നത്. മേൽപ്പത്തൂര് പറഞ്ഞു, അതേ ഭഗവാനെ, അതാണ് ഈ തിരമാലയുടെ വരവും ഗതിയും അതിൻ്റെ ആ പോക്കും ഒക്കെ കാണുമ്പോ ഒരു മത്സ്യം വെള്ളത്തിൽ ഇങ്ങനെ ഉഴച്ചുഴച്ച് നീന്തണ പോലെ തോന്നണില്ലേ? ഉവ്, അപ്പോൾ ഇതാണ് അങ്ങയുടെ മത്സ്യാവതാരം. പട്ടേരി അങ്ങോട്ട് പറഞ്ഞു, ഉണ്ണിയായ ഭഗവാന് അത്ഭുതായി. അങ്ങനെയാണോ എന്നുള്ള ഭാവം. പിന്നെ അടുത്തതായിട്ടൊരു തിരമാല വരുന്നത് ഭഗവാനെ ശ്രദ്ധയിൽപ്പെടുത്തി പട്ടേരി. നോക്കൂ, ഈ തിരമാല എത്ര പതുക്കെയാണ് വരണത്, അതുപോലെ തന്നെ വളരെ പതുക്കെ പതുക്കെ തിരിച്ച് ഇറങ്ങി പോണുണ്ട്. അപ്പോൾ ഇതിനെ അങ്ങയുടെ കുർമാവതാരത്തോട് ഉപമിക്കാം. ഇതൊക്കെ സംസാരിച്ചു കൊണ്ട് നിൽക്കുമ്പോ വളരെ ദൂരത്തു നിന്ന് തന്നെ ഒരു പടുകൂറ്റൻ തിരമാല വളരെ വലിയ ശബ്ദത്തോടെ അലറിപ്പാഞ്ഞ് വരണതാണ് കണ്ടു. ഉണ്ണിയായ ഭഗവാന്റെ മുഖത്ത് കുറച്ചൊരു പരിഭ്രമമുണ്ടോ? പട്ടേരിക്കൊരു സംശയമായി. പട്ടേരി ഉണ്ണിയുടെ കയ്യും പിടിച്ച് കുറച്ചധികം കരയിലേക്ക് അങ്ങോട്ട് മാറി നിന്നിട്ടുണ്ട്. ആ തിരമാല അലറിപ്പാഞ്ഞിങ്ങോട്ട് വന്ന് ഉണ്ണിയായ ഭഗവാന്റെ ആ വസ്ത്രത്തെ അങ്ങോട്ട് നനച്ചു. എന്നിട്ട് തിരിച്ചങ്ങോട്ട് പോയി. പട്ടേരി ചോദിച്ചു, ഭഗവാനെ, ഇപ്പോൾ വന്ന ഈ തിരമാല കണ്ടപ്പോ അങ്ങക്ക് എന്താ തോന്നി? ഭഗവാൻ പറഞ്ഞു, എന്താ പട്ടേരി പറയുക, ആ തിരമാലയിൽ വരുന്ന കണ്ടപ്പോ ഞാൻ വല്ലാണ്ട് പരിഭ്രമിച്ചു കേട്ടോ. എന്താ ആ തിരമാലയുടെ അലറിപ്പാഞ്ഞുള്ള വരവ്, എന്താ വലുപ്പം, പിന്നെ പട്ടേരിയുടെ കൈ പിടിച്ചിട്ടുണ്ടല്ലോ, അതാ ഒരു സമാധാനം. അപ്പോ ഈ അലറിപ്പാഞ്ഞ് വന്ന ഇതിനെ അങ്ങയുടെ നരസിംഹാവതാരത്തോട് ഉപമിക്കാം. ഭഗവാൻ ശരിയാണെന്ന് തലയാട്ടി. ഇങ്ങനെ ഇതെല്ലാം സംസാരിച്ചു കൊണ്ട് നിൽക്കുന്ന ഭഗവാന്റെ അടുത്തേക്ക് ഒരു പുതിയ തിരമാല വന്നു. അത് ഭഗവാന്റെ പാദങ്ങളെ നനച്ചു എന്ന് മാത്രല്ല, പാദത്തിന്റെ അടിയിലെ കുറച്ച് മണലും കൂടി വെള്ളത്തില് ഒഴുക്കി തിരമാല പോയി. ഭഗവാന്റെ മുഖം സന്തോഷം കൊണ്ട് അങ്ങോട്ട് വികസിച്ചിട്ടുണ്ട്. ഇത് കണ്ട മേൽപ്പത്തൂര് ചോദിച്ചു, എന്താ ഭഗവാനെ ഇത്ര സന്തോഷം?
അപ്പോ പറഞ്ഞു പട്ടേരി, നേരത്തെ വന്ന ആ തിരമാലയില്ലേ, അതെന്റെ പാദങ്ങളെ നനച്ചു എന്ന് മാത്രല്ല, എന്റെ പാദത്തിന്റെ അടിയിലുള്ള കുറച്ച് മണലും കൊണ്ടാ പോയത്. ആ മണലിങ്ങോട്ട് കൊണ്ടുപോകുമ്പോ അതിന്റെ ഫലമായിട്ട് എന്റെ ഉള്ളംകാലില് ആ മണലങ്ങോട്ട് കൂടെ തട്ടി ഒഴുകിപ്പോയപ്പോ ഒരു കിരികിരിപ്പ് ഉണ്ടായിട്ടോ, മേലാകെ ഒരു പൊട്ടിത്തെരിപ്പ്, എന്തെന്നില്ലാത്തൊരു സന്തോഷം, ആനന്ദം. അപ്പൊ അങ്ങക്ക് സുഖം ഉണ്ടായില്ലേ? അതെ. അതുകൊണ്ട് നമുക്ക് ഈ തിരമാലയെ സുഖിപ്പിക്കുന്നവൻ അഥവാ രമിപ്പിക്കുന്നവൻ എന്നർത്ഥത്തില് രാമൻ എന്ന് വിളിച്ചാലോ? രാമാവതാരം എന്നർത്ഥം. ഉണ്ണിയായ ഭഗവാൻ സന്തോഷത്തോടെ തലയാട്ടി ശരി എന്ന് പറഞ്ഞു. എന്നാൽ പട്ടേരി, എനിക്കൊരു സംശയം. അങ്ങ് ഓരോ തിരമാലകളെ ചൂണ്ടിക്കാണിച്ച് ഇത് മത്സ്യാണ്, ഇത് കൂർമാണ്, ഇത് നരസിംഹാണ്, ഇത് രാമനാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുല്ലോ. അങ്ങനെയാണെങ്കിൽ ഈ ഞാനെവിടെ? ഭഗവാൻ ചോദിക്കുന്നത് കൃഷ്ണൻ എവിടെയെന്നാണ്. ചിരിച്ചുകൊണ്ട് മേൽപ്പത്തൂര് സമുദ്രത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു, ഇതാണ് ഭഗവാനെ ബ്രഹ്മസിന്ധു, ഈ സമുദ്രം തന്നെയാണ് അങ്ങ്. ഈ അലകളും സമുദ്രവും തമ്മിൽ എന്താ വ്യത്യാസം? പേരില് വ്യത്യാസമുണ്ട്. ഒന്നിനെ നമ്മൾ തിരമാല എന്ന് പറയും, മറ്റത് സമുദ്രം എന്ന് പറയും. രണ്ടും തമ്മില് അഭേദ്യമായ ഒരു ബന്ധമുണ്ട്. അതെന്താ? രണ്ടിലും ജലമുണ്ട്. പിന്നെയോ കടലില്ലാണ്ട് തിരമാലയ്ക്ക് നിലനിൽപ്പില്ല. അതുപോലെയാണ് പരബ്രഹ്മസ്വരൂപനായ ഭഗവാനും അവതാരങ്ങളും തമ്മിലുള്ള ബന്ധം. ഏതു സ്വരൂപത്തെ ആശ്രയിച്ചാലും അവസാനം ഈ ഭഗവാനിൽ, പരബ്രഹ്മത്തിൽ അങ്ങോട്ടെത്തും. എങ്ങനെയെങ്കിൽ ഏതെങ്കിലും ഒരു വസ്തു കടലിലെ ഏതെങ്കിലും ഒരു തിരമാലയിലെങ്കിലും പെട്ടു എങ്കില് അത് ആത്യന്തികമായി സമുദ്രത്തിന്റെ അടിത്തട്ടിലെത്തും. നമുക്കൊക്കെ അറിയാതെ. അതുകൊണ്ട് തന്നെയാണ് നമ്മള് ഇതിന് മുമ്പത്തെ പ്രാവശ്യം അനുസ്മരിച്ചിട്ടുണ്ട്, സർവദേവ നമസ്കാര കേശവം പ്രതിഗച്ഛതി. ഏത് ഈശ്വരനെ നമ്മൾ നമസ്കരിക്കുകയാണെങ്കിലും അത് ഈ ഭഗവാനിലാണ് എത്തിച്ചേരണത്. ഇതങ്ങോട്ട് പറഞ്ഞു കൊടുത്തു, ഈ സമുദ്രം തന്നെയാണ് എന്നുള്ളതേ. അപ്പോ നമുക്കിപ്പോ അവിടെ വേറൊരു ചോദ്യം തോന്നാം. നമ്മൾ അനുസ്മരിച്ചതുപോലെ ഭഗവാന്റെ അവതാരങ്ങൾ ഉണ്ടല്ലോ, അനേകം അവതാരങ്ങള്. അത് അലകളെ പോലെ എന്നും പറഞ്ഞു. എങ്കിൽ ഈ ശ്രീകൃഷ്ണൻ അവതാരാണോ? അങ്ങനെ പറയണ ഇതൊക്കെ ഉണ്ട്. ശ്രീകൃഷ്ണൻ അവതാരാണോ എന്നാണ്. പരശുരാമൻ, വാമനൻ, ശ്രീരാമൻ, നരസിംഹം, ഇതൊക്കെ അവതാരങ്ങളാണ്. ഇതുപോലെ ഒരു അവതാരാണോ ശ്രീകൃഷ്ണൻ? ഇതാണ് ചോദ്യം. ഭാഗവതം പറയുന്നുണ്ട് ഇതുപോലല്ല എന്നുള്ളത്. ഈ പരശുരാമൻ, വാമനൻ, ശ്രീരാമൻ, നരസിംഹം എന്നൊക്കെ നമ്മൾ അനുസ്മരിച്ചുല്ലോ. ഇതുപോലുള്ള ഒരു അവതാരമല്ല ശ്രീകൃഷ്ണൻ. കൃഷ്ണസ്തു ഭഗവാൻ സ്വയം. ശ്രീകൃഷ്ണൻ പരബ്രഹ്മം തന്നെയാണ്. ശ്രീകൃഷ്ണൻ അവതാരങ്ങൾ എടുത്തു. എന്തൊക്കെയായിട്ട്? പൃഥുവായിട്ട് അവതാരം എടുത്തു, പരശുരാമനായിട്ട്, നരസിംഹായിട്ട് ഒക്കെ അവതാരം എടുത്തിട്ടുണ്ട്. പക്ഷെ ഇന്ന ആളാണ് കൃഷ്ണനായിട്ട് അവതരിച്ചതെന്ന് പറയാറില്ല. അങ്ങനെ പറയില്ല. കാരണം കൃഷ്ണസ്തു ഭഗവാൻ സ്വയം. ആ പരബ്രഹ്മം അങ്ങനെ തന്നെ പരിപൂർണനായി വന്നതാണ് കൃഷ്ണൻ. ഈ ശ്രീകൃഷ്ണ ഭഗവാനെ, അല്ലെങ്കിൽ എന്താ പറയുക, നമ്മുടെ അമ്പലപ്പുഴ കൃഷ്ണനെ, അല്ലെങ്കിൽ തൃച്ചംബരത്ത് ഉണ്ണികൃഷ്ണനെ,
തിരുവമ്പാടി കണ്ണനെ ഒക്കെ വെറും അവതാര രൂപികളെന്ന് പറയണത് പല ആൾക്കാർക്കും അങ്ങനെയുണ്ട് അഭിപ്രായങ്ങള്. മുഴുവൻ അതങ്ങോട്ട് ശരിയാണ് എന്ന് പറയാനാവില്ല. എന്താ കാരണം? അത് പരിപൂർണ അവതാരാണ്, പരിപൂർണ ബ്രഹ്മമാണ്. നമ്മള് 10 അവതാരങ്ങൾ പറയാറുണ്ട് ഇല്ലേ? അതെങ്ങനെ നമ്മൾ പറയുക? മത്സ്യക്കൂർമോ വരാഹശ്ച നാരസിംഹശ്ച വാമന രാമോ രാമശ്ച രാമശ്ച കൃഷ്ണ ഖൽഗി ജനാർദ്ദന. വാസ്തവത്തിൽ ഈ കൃഷ്ണനെ 10ൽ പെടുത്താതെ പറഞ്ഞാൽ ഭാഗവത്തിൽ കാണാതെ ബുദ്ധനെ ഒരു അവതാരമൂർത്തിയായിട്ട് കണക്കാക്കിയിട്ടുണ്ട് എന്നുള്ളത്. അപ്പോ രാമോ രാമശ്ച രാമശ്ച ബുദ്ധ ഖൽഗി ജനാർദ്ദന അങ്ങനെയാണ് വരിക. അപ്പൊ ഈ കൃഷ്ണനോ ഈ അവതാരങ്ങളെല്ലാം എടുത്ത് കളിയാടിയത് കൃഷ്ണനാണ്. അതാണ് ദശാകൃതേ കൃതേ കൃഷ്ണായ തുഭ്യം നമഃ. പരമഭക്തനായിട്ടുള്ള ജയദേവ കവി അദ്ദേഹത്തിന്റെ കൃതിയില് 10 അവതാരങ്ങളെടുത്ത് കളിയാടിയ കൃഷ്ണന് നമസ്കാരം എന്ന് പറഞ്ഞത്. അപ്പൊ നമ്മുടെ നാട്ടിലെ ഈ ബുദ്ധനെ, നമ്മുടെ നാട്ടിലെന്താ ബുദ്ധനെ അവതാരമായിട്ട് കണക്കാക്കാഞ്ഞത്? അതിനൊരു മടി കാണിച്ചത്? അതിനും ജയദേവ കവി തന്നെ ഉത്തരം പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്നു, നിന്ദസി യജ്ഞവിധേരഹ ശ്രുതിജാതം. ബുദ്ധൻ വേദത്തെ പരിഹസിച്ചു എന്നും ഇവിടെയുള്ള ആൾക്കാർ പറയുന്നുണ്ട്. വേദത്തിൽ പറയുന്ന യാഗം, യാഗത്തിലെ പശു ആലഭനം, ആടാശം തുടങ്ങിയിട്ടുള്ള മൃഗങ്ങളെ യാഗത്തിലുള്ളൊരു ചടങ്ങാണത്. അത് ഹിംസയാണ് എന്ന് ബുദ്ധൻ പറയുന്നുണ്ട്. അതിനാൽ ബുദ്ധൻ അതിനെ എതിർത്തു. കാരണം എന്താണെങ്കിൽ അത്രയ്ക്ക് കാരുണ്യാണ് ബുദ്ധ ഭഗവാൻ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് യാഗത്തെ അദ്ദേഹം എതിർത്തു എന്ന് പറഞ്ഞ് ഒരു വിഭാഗം ആളുകള് അദ്ദേഹത്തെയും അദ്ദേഹത്തിന്റെ ആശയങ്ങളെയൊക്കെ എതിർത്തിട്ടുണ്ട്. അതെന്താ അങ്ങനെ വരാൻ കാരണം? വേദത്തിൽ പറഞ്ഞ യഥാർത്ഥമായ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കാണ്ടാണ് അവരെതിർത്തത്. അതായത് അന്തരാർത്ഥത്തെ മനസ്സിലാക്കാതെ വാച്യാർത്ഥം മാത്രം മനസ്സിലാക്കി എന്ന് വേണം കരുതാൻ. അതാണ് കാരണം. ജനങ്ങളെ ഹിംസയിൽ നിന്ന് തിരിച്ചുവിടാൻ ശ്രമിച്ചു ബുദ്ധൻ. അതാണ് ബുദ്ധ ഭഗവാൻ. ഇനി ഖൽഗി 10ാമത്തെ യുഗസന്ധിയിൽ അവതരിക്കുമെന്ന് ഭാഗവതത്തിൽ പറയുന്നുണ്ട്. കലിയുഗത്തിന്റെ അവസാനത്തിൽ മാത്രമല്ല, അദ്ദേഹം അവതരിച്ച അധർമ്മം മുഴുവനും നശിപ്പിക്കും. ആ അധർമ്മം നശിച്ചു കഴിയുമ്പോഴാണ്, അപ്പോഴാണ് കൃതയുഗത്തിന്റെ ആരംഭം. അപ്പൊ 10ാമതായി കണക്കാക്കുന്നത് ഈ ഖൽഗി ഭഗവാനെയാണ്. ഭാഗവതത്തിൽ അനേകം അവതാരങ്ങള് പറയുന്നുണ്ട്. ആ എല്ലാ അവതാരങ്ങളുടെയും മൂലം ശ്രീകൃഷ്ണനാണ്, ശ്രീകൃഷ്ണ ഭഗവാനാണ്. സാക്ഷാൽ ഗോലോകേശ്വരൻ, പരബ്രഹ്മം, അതായത് നമ്മുടെ ഗുരുവായൂരപ്പൻ. അതുകൊണ്ട് തന്നെ നമ്മള് ഗുരുവായൂരപ്പന്റെ അമ്പലത്തിൽ ശ്രീകൃഷ്ണ ടെമ്പിൾ എന്ന് എഴുതി വെച്ചിട്ടുണ്ടെങ്കിലും വിഗ്രഹം ചതുർബാഹുകമാണ്.
നമ്മൾ വിളിക്കണതോ ഉണ്ണി കണ്ണാന്ന് വിളിക്കുന്നുണ്ട്, ഗുരുവായൂരപ്പ എന്ന് വിളിക്കുന്നുണ്ട്. ഇന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാനുള്ളത് അത് മേൽപ്പത്തൂര് പറഞ്ഞ പോലെ തന്നെ അത് പരബ്രഹ്മമാണ്. അദ്ദേഹം ഉറപ്പിക്കുകയാണ് മേൽപ്പത്തൂര്. ആ മറ്റുള്ള എല്ലാ അവതാരങ്ങളും, അനേകം അവതാരങ്ങള്, കലാവതാരങ്ങൾ, അംശാവതാരങ്ങൾ, ആവേശാവതാരങ്ങൾ തുടങ്ങിയ എല്ലാം തന്നെ ഈ ശ്രീകൃഷ്ണനിൽ നിന്നും ഉണ്ടായതാണ്. അതാണ് ദശാകൃതി കൃതേ കൃഷ്ണായ തുഭ്യം നമഃ എന്ന് പറയുന്നത്. അപ്പോ സാക്ഷാൽ ഗോലോകേശ്വരൻ, ആ പരബ്രഹ്മം, അതാണ് നമ്മുടെ ഗുരുവായൂരപ്പൻ. പരബ്രഹ്മമാണ് നമ്മുടെ ഗുരുവായൂരപ്പൻ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ.